ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ നേരിട്ട് പിന്തുണച്ചിട്ടില്ലാത്തതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഇറാന്റെ ആണവ പദ്ധതിയെന്നും അതിന്മേലുള്ള ആക്രമണം രാജ്യാന്തര നിയമങ്ങൾക്ക് എതിരാണെന്നും ഇറാൻ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധമെന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നതാണ് ഇറാന്റെ നിലപാട്. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രംഗത്തെത്തി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് വൻ സുരക്ഷാ വീഴ്ചയാണെന്നും ഇനി ആവർത്തിക്കരുതെന്നുമാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. അതിനിടെ ആണവായുധം ഉണ്ടാക്കുന്നില്ലെന്ന് ഇറാൻ UN-ൽ പ്രതികരിച്ചു. ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ GCC അപലപിച്ചു. സമാധാന നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് തുർക്കിയും UN-ൽ വ്യക്തമാക്കി. തങ്ങളുടെ വ്യോമപാത ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലംഘിച്ചെന്ന് ഇറാഖ് കുറ്റപ്പെടുത്തി. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സഹായിക്കാനാവില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇറാൻ യൂറോപ്പിനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർക്ക് US-നോട് സംസാരിക്കാനാണ് താൽപര്യമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ വടക്കൻ ഇറാനിൽ വെള്ളിയാഴ്ച 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. സംഭവത്തിൽ ആളപായമില്ലെന്നും ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂവെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വ്യക്തമാക്കി. സൈംനാൻ നഗരത്തിന് ഏകദേശം 37 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ഭൂചലനമുണ്ടായത്. സെംനാൻ പ്രവിശ്യയിലെ സോർഗെ നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ ഭൂചലനം പിടിച്ചു കുലുക്കിയതായി സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. സോർഗയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെ തലസ്ഥാനമായ ടെഹ്റാനിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്.